അപ്പോൾ അനിതയുമായി സംസാരിച്ചതിന് ശേഷം സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച പ്രതിപക്ഷം സംസാരിക്കുന്നതിന്റെ പേരിലാണ് അനിതാ സിസ്റ്ററെ ഇങ്ങനെ സർക്കാർ അപമാനിക്കുന്നത്. ഞങ്ങളുടെ ചോദ്യം, സർക്കാർ ആരുടെ കൂടെയാണ്? അതിജീവിതയ്ക്കൊപ്പമാണോ പീഡന വീരന്റെ കൂടെയാണോ? ഇരയുടെ കൂടെയാണോ വേട്ടക്കാരുടെ കൂടെയാണോ? ആരെയാണ് ഇവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? അപ്പൊ സ്വന്തം പാർട്ടിക്കാരും അനുഭാവികളുമാണെങ്കിൽ എന്ത് ഗുരുതരമായ കുറ്റകൃത്യം ചെയ്താലും അവരെ സംരക്ഷിക്കുമെന്നുള്ള നിലപാടല്ലേ എടുത്തിരിക്കുന്നത്. മാത്രമല്ല, ഇവിടെയുള്ള NGO യൂണിയൻ പ്രവർത്തകർ എന്താ ചെയ്തത്? ഈ അതിജീവിതയെ പോയി ഭയപ്പെടുത്തുകയായിരുന്നു. അവരുടെ പരാതി പിൻവലിക്കുന്നതിന് വേണ്ടി. ചെയ്ത കുറ്റത്തേക്കാൾ ഗുരുതരമായ കുറ്റമാണത്. പരാതി പിൻവലിപ്പിക്കാൻ വേണ്ടി അവരെ നിർബന്ധിക്കുകയായിരുന്നു. അതാണ് മേലുദ്യോഗസ്ഥയുടെ ആവശ്യപ്രകാരം ഒരു റിപ്പോർട്ടാക്കി അവർ കൊടുത്തത്. ആ റിപ്പോർട്ടിൽ എന്ത് തെറ്റാണുള്ളത്? ഒരു തെറ്റുമില്ലെന്ന് ഹൈക്കോടതി തന്നെ പറയുന്നു. ഹൈക്കോടതി മുമ്പിൽ ഗവൺമെന്റ് പ്ലീഡർ സമ്മതിക്കുന്നു ഏപ്രിൽ 1-ാം തീയതി അപ്പോയിന്റ്മെന്റ് കൊടുക്കാമെന്ന്. ആ ഹൈക്കോടതി ഉത്തരവുമായി ആ പാവം 6 ദിവസമായി ഇവിടെ ഇരിക്കുന്നു. അമ്മ ഒരു സർജറി കഴിഞ്ഞ് കിടക്കുകയാണ്, മകൾ പ്രസവിച്ച് കിടക്കുകയാണ്, 2 മാസമായി ശമ്പളം കിട്ടിയിട്ടില്ല. ആരോടാണ് ഈ സർക്കാർ യുദ്ധം ചെയ്യുന്നത്? ഈ ആരോഗ്യമന്ത്രിയോട് എനിക്ക് ചോദിക്കാനുള്ളത്, നിങ്ങളൊരു സ്ത്രീയല്ലേ? എപ്പോഴും അവരുടെ കൂടെയല്ലേ നിൽക്കേണ്ടത്? നിങ്ങൾ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ആരാണ് ആരോഗ്യമന്ത്രിയെ ഭയപ്പെടുത്തുന്നത്? ഈ അതിജീവിതയ്ക്കൊപ്പവും അവർക്ക് പിന്തുണ കൊടുത്തവർക്ക് ഒപ്പവും നിന്നല്ലേ സർക്കാർ അവരെ ചേർത്ത് നിർത്തേണ്ടത്? ആരും ചെയ്തില്ലെങ്കിൽ ആരോഗ്യമന്ത്രിയെ അവരോട് ചെയ്യേണ്ടത്. അപ്പോൾ ഇവര് ഈ വേട്ടക്കാരുടെ കൂടെ നിൽക്കുകയാണ്. ഇതാണ് നമ്മളെ വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം. ഞാനൊരു കാര്യം പറയുന്നു, അനിതാ സിസ്റ്ററെയും ഈ അതിജീവിതയെയും ഞങ്ങൾ ഒറ്റയ്ക്കാക്കില്ല. എല്ലാ പിന്തുണയും അവർക്കുണ്ടാകും. നിയമപരമായ കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനുള്ള പിന്തുണയുണ്ടാകും. ഇനി സമരരംഗത്തേക്ക് അവർക്ക് വേണ്ടി ഇറങ്ങിക്കഴിഞ്ഞാൽ കാരണം ഒരു പ്രതീകാത്മകമായ ഒരു കേസാണിത്. കാരണം ഇങ്ങനെ ഒരു സ്ഥലത്ത് സംഭവിക്കാൻ പാടില്ല. അപ്പോ ഇവർക്കൊരു നാണം പോലും ഇല്ല. ഇങ്ങനെ കേരളം മുഴുവൻ ഇത് ചർച്ച ചെയ്തിട്ട് ഇന്ന് 3-4 പത്രങ്ങളാണ് ഈ സംഭവത്തെക്കുറിച്ച് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. എല്ലാവരെയും ഞെട്ടിപ്പിക്കുകയും എല്ലാവരെയും വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന നിലപാടാണ് സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അടിയന്തരമായി അവർക്ക് ഇവിടെ തന്നെ ഹൈക്കോടതിയുടെ നിർദ്ദേശപ്രകാരം അപ്പോയിന്റ്മെന്റ് കൊടുക്കണം. രണ്ടാമതൊരു കാര്യം, ഹൈക്കോടതി ഇതുപോലെ ഒരു ഉത്തരവ് കൊടുത്തിട്ട് അത് നടപ്പാക്കില്ല എന്നൊരു മന്ത്രി പറഞ്ഞാൽ അത് സത്യപ്രതിജ്ഞാ ലംഘനമല്ലേ? നിയമവും നീതിന്യായ സംവിധാനങ്ങളെയും അവർ പറയുന്നത് പാലിക്കാനുള്ള ഉത്തരവാദിത്വം സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തൊരു മന്ത്രിക്കില്ലേ? അപ്പൊ ഹൈക്കോടതിയുടെ ഒരു ഉത്തരവ് അവരുടെ മുമ്പിൽ, ആരോഗ്യ വകുപ്പിന്റെ മുമ്പിൽ ഉണ്ടായിട്ടും അത് നടപ്പാക്കില്ല എന്ന് പറയുന്ന ഈ ആരോഗ്യമന്ത്രിയുടെ ധാർഷ്ട്യത്തിന് എന്തു പേരിട്ടാണ് വിളിക്കേണ്ടത്? സത്യപ്രതിജ്ഞാ ലംഘനമാണ് അവർ ചെയ്തിരിക്കുന്നത്. ഭരണഘടനാ വിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്, നിയമവിരുദ്ധമായിട്ടാണ് അവർ പെരുമാറുന്നത്. അല്ല, മുഖ്യമന്ത്രിയാണല്ലേ ഇതുപോലത്തെ എല്ലാ വേണ്ടാധീനങ്ങൾക്കും എല്ലാ വൃത്തികേടുകൾക്കും കൊടപിടിച്ചു കൊടുക്കുന്ന ആളാണ് മുഖ്യമന്ത്രി. എന്തിനാണ് പിന്തുണ കൊടുക്കുന്നത്? ഹൈക്കോടതിയുടെ ഉത്തരവ് ഞങ്ങൾ പാലിക്കില്ല എന്ന് പറഞ്ഞതിനോ? സർക്കാർ പാലിച്ചേ മതിയാവൂ. മുഖ്യമന്ത്രിയാണെങ്കിലും ഗവൺമെന്റ് ആണെങ്കിലും ആരോഗ്യമന്ത്രിയാണെങ്കിലും അത് പാലിക്കാനുള്ള ഭരണഘടനാപരമായ ഉത്തരവാദിത്വം അവർക്കുണ്ട്. ആ ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഒരു ഹൈക്കോടതി ഉത്തരവുണ്ടായാൽ ആരായാലും, ഞാനായാലും ആരായാലും പാലിക്കാനുള്ള ഉത്തരവാദിത്വമുണ്ട്. ഒരു മന്ത്രി പറയാ നടപ്പാക്കില്ല എന്ന് പറയാൻ ആരെയാണ് ഇവർ വെല്ലുവിളിക്കുന്നത്? അതാണ് എന്റെ ചോദ്യം. ഇവർ ആരുടെ കൂടെയാണ് നിൽക്കുന്നത്? ഉറപ്പായിട്ട് പോവും അവരിത്. ഈ കാര്യം നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ഇന്ന് കോടതിയുടെ ഉത്തരവ് കൂടി, കോടതിയുടെ അഭിപ്രായം കൂടി വരാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. നിയമപരമായ എല്ലാ നടപടികൾക്കും ഞങ്ങൾ ഉണ്ടാകും. ഇത് പരസ്യമായ ഭരണഘടനാ ലംഘനമാണ്, നിയമലംഘനമാണ്, പരസ്യമായ പ്രഖ്യാപനമാണ്. അതിജീവിതയുടെ കൂടെയല്ല സർക്കാർ, പീഡന വീരന്റെയും അവനെ സഹായിച്ചവരുടെയും കൂടെയാണ് സർക്കാർ എന്നുള്ള പ്രഖ്യാപനമാണ് പരസ്യമായി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതാണ് അധികാരത്തിന്റെ ധാർഷ്ട്യവും അഹങ്കാരവുമാണ്. ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരെ ഞങ്ങൾ സംരക്ഷിക്കും, ഒരാളും ചോദ്യം ചെയ്യേണ്ടതെന്നുള്ള ധിക്കാരമാണ്. ആ ധിക്കാരത്തിനാണ് കേരളം മറുപടി കൊടുക്കാൻ പോകുന്നത്. ഒരു സംശയവും വേണ്ട. ഹൈക്കോടതിയിൽ റിവ്യൂ ഹർജി പോയ സമയത്ത് അത്തരം വീഴ്ചകളൊന്നും സർക്കാർ പറയുന്നില്ല. അതുപോലെ അതിനേക്കാൾ നിയമനത്തിന് അർഹരായ 18ഓളം പേരുണ്ട് എന്നൊക്കെയുള്ള കണക്കാണ് റിവ്യൂ ഹർജിയിൽ പറയുന്നത്.